ഒരപ്പനും മോനും എപ്പം നോക്കിയാലും ഉടക്കാണ്. എന്തിനാ അപ്പനോട് ഇങ്ങനെ ഉടക്കണേ? ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോ ഒരു മെഴുതിരി കത്തിച്ച് പിടിച്ച് ആ വാതിക്കൽ നിന്ന മനുഷ്യനല്ലേ. ആ കാര്യം ഓർക്കുമ്പോഴാ കൂടുതൽ കലിപ്പ്. എടി നിനക്കറിയാല്ല ഞാൻ ചുമ്മാ അപ്പനെ ചൊറിയാൻ വേണ്ടി പറയണേന്ന്. എനിക്കറിയാം അപ്പൻ എൻ്റെ കണ്ണീര് കണ്ടിട്ട് എന്നെ കല്യാണം വേണ്ടെന്ന് വെച്ച്. ജനമൈത്രി ജനമൈത്രി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇടിമൈത്രിയാണ് ഇവിടെ. അതെ നീ അങ്ങോട്ട് ചെന്ന് ഞാൻ അങ്ങോട്ട് വന്നില്ല. അതെന്താ? ഞാൻ അങ്ങനെ വന്ന് ശരിയാവില്ലെന്ന്. നമുക്ക് നാട്ടിലൊരു വിലയൊക്കെ ഉള്ളതല്ലേ. എല്ലാ ദിവസവും വന്ന് ഇവിടെ ഒന്ന് ഇടിമേടിക്കാൻ ഇറച്ചൊന്നുമില്ലല്ലോ. നീ അവിടെ പോയെന്നോ? ഞാൻ ചോദിച്ചിട്ടില്ല. ഓ എന്താടാ? ഇല്ല ഞാൻ ആ പുണ്യഭൂമിയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞതാ. ബേബി അല്ലേ? ഇടോ അവൻ്റെ നമ്പർ ട്രേസ് ചെയ്തപ്പം മൊബൈൽ ഫോൺ ഓഫായിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ടവറിൻ്റെ പരിധിയിലാണ്. ആ സമയത്ത് ഒരു ഗോരഖ്പൂർ ട്രെയിനും ഉണ്ടായിരുന്നു. സർ അവൻ നേപ്പാളിലേക്ക് പോകാനാണ് സാധ്യത. അവനൊന്നും ഏതായാലും അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല സർ. സാറേ അപ്പം എൻ്റെ കാശ്? എടോ തൻ്റെ ഈ 30,000 രൂപയ്ക്ക് വേണ്ടി അഡ്രസ് പോലും അറിയാൻ പാടില്ലാത്തവൻ്റെ ഒക്കെ പുറകെ അന്വേഷിച്ച് പോകാൻ പറ്റില്ല. എടോ തനിക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? സാറേ അത് എടോ ഈ കള്ളന്മാർക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. ഒരിക്കൽ കട്ട കാശ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇറങ്ങും കക്കാൻ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കേസിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് അവനെ പൊക്കാനും പറ്റും. അപ്പൊ നമുക്ക് അവനെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാം, അല്ലേ സാറേ? അതെ. ഞാൻ അപ്പോഴേ പറഞ്ഞാലും ഇമാരെ കൂടെ നടപടിയാവൂലെന്ന്. ആൾക്കാരൊക്കെ പ്രൈസ് അടിച്ച കാശ് ചോദിക്കാൻ തുടങ്ങി. കുറച്ചേ ഉള്ളു, എന്നാലും കൊടുക്കണ്ടേ. എല്ലാം കൂടി ഒരു 10-25,000 വേണ്ടി വരും. നിനക്ക് ഞാനൊരു ജങ്കാറ ഐഡിയ പറഞ്ഞു തരട്ടെ? എന്താ ഐഡിയ? തൽക്കാലം നിനക്ക് 25,000 രൂപ ആവശ്യമുള്ളൂ. ആ നീ ഒരു 50,000 രൂപ ലോൺ എടുക്കുക. ബാക്കി 25,000 കൊണ്ട് നമുക്ക് ഈ ടെൻഷൻ മാറ്റാൻ ഒരു ടൂർ പോടാ. ഒരൊറ്റടി എന്നാണ്ടല്ലേ. ബാക്കിയുള്ളതിനോട് സഹകരണ ബാങ്കിൽ ആധാരം വെച്ച് 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഇപ്പൊ പലിശയും കയറി വീട് ജപ്തിയാറായി. അപ്പോഴവന്റെ പിന്നെ ലോണ്. അതെ പ്രാക്കുവാനുണ്ടല്ലോ. ഒന്നിറങ്ങിയ മോളെ, നീ അറിഞ്ഞ നിന്റെ കട സീലി വെച്ച് കട പൊളിക്കാനുള്ള നോട്ടീസ് കിട്ടി. ക്ഷണക്കത്ത് പഠിച്ച് ആൻസി മാന്യമിത്രമേ, എടവനക്കാട് ഇല്ലത്തുപറമ്പിലെ എന്റെ ഉടമസ്ഥതയിലുള്ള ബഹുനില കെട്ടിടം ഈ വരുന്ന 30-ാം തീയതി 10-നും 10:30-നും ഉള്ള ശുഭമുഹൂർത്തത്തിൽ സർവശ്രീ JCB അവർകൾ പൊളിച്ചു മാറ്റുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നവകേരള സൃഷ്ടിക്ക് വേണ്ടി വികസന നായകൻ അവറാച്ചൻ TT ഒപ്പപ്പ് NB തുടർന്ന് ഗംഭീര തേയിൽ സൽക്കാരവും ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ മൂത്ത മോളെ കെട്ടിക്കാനായി അത് വിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ അപ്പനോട് കടയൊഴിയാൻ പറഞ്ഞത്. അപ്പൊ അയാൾക്കത് പറ്റൂല. അവസാനം അവളൊരു പരനാറിയുടെ കൂടെ ഒളിച്ചോടി പോയി. അതോടെ ഞാൻ ഈ നാട്ടിൽ മൊത്തം നാറി. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, ഇതെന്റെ 2ാമത്തെ മോളാണ് ആൻസി. ഇവളുടെ കല്യാണമെങ്കിലും എനിക്ക് അന്തസ്സായിട്ട് നാറാതെ നടത്തണം. ഇവളും കൂടി ഒളിച്ചോടിയാ പിന്നെ കട വിൽക്കണ്ടല്ലോ. തൂറുതണ്ടി, നിന്റെ കാശ് മുഴുവൻ ആ നേപ്പാളി കൊണ്ടുപോയില്ലടാ. പ്രാക്കാടാ പ്രാക്ക്. 2 പെമ്മക്കളുള്ള ഒരു ബിൽഡിംഗ് ഓണോടാ പ്രാക്ക്. നിനക്ക് ഇതിലും വലുത് വരുവടാ, നീ കണ്ടോടാ. നീ നിന്റെ അപ്പനും കൂടി ഒരിക്കലും അടിക്കാത്ത ലോട്ടറി ടിക്കറ്റ് സൈക്കിളിൽ കെട്ടിവെച്ച് നാട്ടു റോട്ടിലൂടെ ദളയാട് നടക്കെടുപ്പെന്ന് പറഞ്ഞ് നിരങ്ങുന്ന കാഴ്ച ഞാൻ കാണും. അത് കണ്ട് ഞാൻ ഗൂസ് പമ്പ് അടിക്കുമ്പോഴാ, ഗൂസ് പമ്പ് രോമാഞ്ചം. ഇയാളെ ഞാൻ വിചാരിച്ചൊരു ദുഷ്ടനൊന്നുമല്ലട്ടോ, അതിലും കൂടി എന്തായിട്ടാണ്. കട ഏതായാലും 30-ാം തീയതി പൊളിക്കും. കാണാൻ വന്നോട്ടറാ ഓട്ടറാ. എന്തിയൂടെ ആകെ പ്രാന്ത് പിടിക്കണ്. നീ പേടിക്കണ്ടാ, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവുന്നടാ നീ പറയണേ? അപ്പൊ നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഗോവയിൽ പോണേക്ക് മുമ്പ് എത്ര ഡേയ്സ് ഞാനിവിടെ ബാഡ് അടിച്ച് കിടന്നറിയാമോ? അവസാനം വീട് പണിയാൻ വെച്ച കറ്റില വിറ്റിട്ടാണ് ഞാൻ ഒരു ഗോവൻ ട്രിപ്പ് അടിച്ചത്, അറിയാമോ? അതുപോലെ നിനക്കൊരു നല്ല സമയം ഉണ്ടാവും. എല്ലാത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവൂടാ. എടാ പീറ്ററേ, എന്താ ഇവിടെ? ആ നത്തിങ് ഡൂയിങ്, സിംപ്ലി ടോക്കിംഗ്. എങ്ങോട്ടാ? വേളാങ്കണ്ണി പോരുന്നോ?
എക്സ്ക്യൂസ് മീ. എന്താണ് അവറാച്ച ചേട്ടാ, കുർബാന തീരാറായല്ലോ. കുർബാന കൂടാന്നല്ലേ ബീഫ് തീർന്നു പോവും. ഞായറാഴ്ച ബീഫില്ലാത്ത ക്രിസ്ത്യാനിയുടെ വീടേ ഉണ്ണീശില്ലാത്ത പുൽക്കൂട് പോലെയാണ്. പുൽക്കൂടാ? അപ്പൊ ഇത് ക്രിസ്മസ് ആണോ? ആ അയ്യോ, സ്റ്റാർ മേടിക്കാൻ മറന്നല്ല. കർത്താവിന് പിന്നെയും മൂത്ത. ഒരു ചായ. ഈ ലോട്ടറി അടിക്കണത് ഒരു കണക്കിന് നഷ്ടമാണ്. 80 ലക്ഷം അടിച്ചാ 50 നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ. 30 നഷ്ടം. ഒരു ചായ പറഞ്ഞ അര ഗ്ലാസ് ചായ. ഇതല്ലേ അതിന് വലിയ നഷ്ടം. അല്ലേലും വെറുതെ കിട്ടുന്ന കാശല്ലേ, ഒരു കാര്യത്തിന് ഉപകാരപ്പെടില്ല. ആർക്കാണ് ഇപ്പൊ വെറുതെ കാശ് കിട്ടിയത്? അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ, നമ്മുടെ ബേബിയുടെ കടയിൽ നിന്ന് എടുത്ത കാരുണ്യ ലോട്ടറിക്കാണ് ഒന്നാം സമ്മാനം. 80 ലക്ഷം രൂപ. എത്ര? 80. കർത്താവേ കരുണയുള്ളവനാണ്. ഒരു തവണ പാവപ്പെട്ടവനെ മരിച്ച് 10 പേരെ കൊണ്ട് പോയില്ലേ, അതൊക്കെ കർത്താവ് കാണാതിരിക്കോ? ആർക്കാ അടിച്ചത്? ആർക്കാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും സ്ഥിരമായിട്ട് കിടക്കുന്ന ആർക്കും അല്ലെന്നാണ് കേട്ടത്. എടാ ഊട്ടിയെ കൊടുക്കാനാണെങ്കിൽ വിളിക്കണേ. ആ ഓക്കേടാ. പോട്ടെ. എന്തായാലും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കണത്, അതും 80 ലക്ഷം. 80 ലക്ഷം. എല്ലാരും ഉണ്ടല്ലേ. ആ ടൂറുകാരൻ വന്നാ അങ്ങനെ അവസാനം നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങി ഭാഗ്യം. അതും 80 ലക്ഷം. കമ്മീഷൻ കിട്ടും 10%. ആ എന്താ നിങ്ങൾ പറയണേ, എനിക്കൊന്നും മനസ്സിലായില്ല. ആ അപ്പൊ നീ അറിഞ്ഞില്ലേ? എടാ നിന്റെ കൂട്ടുകാരന്റെ കടയിൽ നിന്ന് എടുത്ത കാരുണ്യ ലോട്ടറിക്കാണ് ഫസ്റ്റ് പ്രൈസ്. ബേബിയുടെ കടയിലാ? ആടവധൂരി ആണോ? അത് ശങ്കാറല്ലത്. ആർക്കാ അടിച്ചത്? അതറിയാൻ പാടില്ല. ആർക്കായാലും എന്താണ്, നമ്മുടെ ബേബിക്ക് 8 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടൂലേ? പിന്നെ 8 ലക്ഷം ഒന്നും കിട്ടിയായിരിക്കൂല. അതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? അല്ലടാ കിട്ടും. ആ ഞാനൊന്ന് അവനെ വിളിച്ചു നോക്കട്ടെ. അങ്ങനെ വിളിക്ക്. ഹലോ എടാ, ഞാൻ കേട്ടത് ശരിയാണോ? ടിക്കറ്റ് വിറ്റിട്ടില്ലേ? ഭാഗ്യവാനേ. പൊന്നേ. അപ്പൊ 80 ലക്ഷം അടിച്ചേക്കണത് ബേബിക്ക്. നമ്മുടെ ബേബിക്കാ? അത് കളിക്കല്ലോ. നമ്മുടെ ബേബിക്കാ? അടിപൊളി. 2 ബെഡ്റൂമേ ബാത്റൂമേ അറ്റാച്ച്ഡ്. അവറാച്ച മുതലാളി കേട്ടാ, 80 ലക്ഷമാണ് ബേബിക്ക്. തന്റെ പ്രാക്കിന്റെ ഗുണോടോ, താനല്ലേ പറഞ്ഞത് ഇതിനും വലുത് കിട്ടുന്നു. കിട്ടിയടോ, കിട്ടി. 80 ലക്ഷം. 80 ലക്ഷം കിട്ടി. ഞാൻ അടിച്ചു പൊളിക്കും. എന്തൊരു ടൂറ് ഞങ്ങൾ പോകുന്നറിയാമോ? എന്നെ ഇവിടെ നിന്ന് പ്രാഗോ? പ്രാഗ് പ്രാഗോ പ്രാഗ് പ്രാഗ്. നന്നായി വരും. നീ നന്നായി വരും. നന്നായി വരും. അല്ല പിന്നെ എണീറ്റ് വല്ല പണിക്കും പോടാ പടകളെ. ലോട്ടറി എടുക്കാൻ നടക്കണം. ഇനി എന്റെ പിരാക്കൊണ്ടാണ് അവന് ലോട്ടറി അടിച്ചത്. അങ്ങനെ സാധ്യതയില്ല. ഇനി ആയിരിക്കോ? ഞാൻ നശിച്ച് നാറാണക്കല്ല് പറിച്ച് പൊണ്ടാറടങ്ങി പോകും. ആഹാ, ഇനി ഒരു ബമ്പർ എടുക്കാം.